ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ലിയോ, നമ്മൾക്ക് നിങ്ങളുടെ എന്താണ് റീഡിംഗ് നമ്മൾക്ക് അതിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോക്കും. ആൻഡ് എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. അപ്പോൾ ലിയോ, നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് 8 of Cups, 4 of Cups, Knight of Swords, Knight of Pentacles, നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, King of Pentacles, Queen of Swords, 5 of Wands and Sun, Leo energy. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഈ സമയത്ത്? നിങ്ങളുടെ ഓവറോൾ എനർജി ചാരിയറ്റ്, ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി 6 Swords. അപ്പോൾ ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. ലിയോ, നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നിങ്ങളൊരു ക്രോസ് റോഡ്സിലാണ്. നിങ്ങൾ മുമ്പോട്ട് പോകണോ ഓർ പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ റീകണക്ട് ചെയ്യണോ എന്നാണ് ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ടാണ് പോകേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഉണ്ടായി റീസെൻ്റ്ലി, ഒരു സെപ്പറേഷൻ ഉണ്ട്, ഞാൻ അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 of Swords ഉണ്ട്. 6 of Swords ഈ പേഴ്സൺ, അഗൈൻ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് ഈ പേഴ്സണ് മുമ്പോട്ട് ആണ് അവർ പോകാൻ നോക്കുന്നത്. ഇപ്പൊ മുമ്പോട്ട് പോവാന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്തിട്ടായിരിക്കും മുമ്പോട്ട് പോകേണ്ടത്, ഓർ എൽസ് ഒരു പുതിയ ഡയറക്ഷനിലായിരിക്കാം അവർക്ക് മുമ്പോട്ട് പോകേണ്ടത്. അത് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ അറിയും. പക്ഷേ 6 of Swords ഒരു ഫോർവേഡ് മൂവ്മെന്റ് ആണ്. ആ പാസ്റ്റ് സിറ്റുവേഷൻ ആണ് ഈ പേഴ്സൺ മുമ്പോട്ട് പോകാൻ നോക്കുന്നത്. ആ ഡിഫിക്കൾട്ട് സമയം വിട്ടിട്ട് കാമ വാട്ടേഴ്സിന്റെ ഡയറക്ഷനിലാണ് അവർക്ക് പോകേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാച്ചാലും അവർക്ക് അതിനെ സ്റ്റേബിലൈസ് ചെയ്യണം എന്നുണ്ട്. 8 of Cups ഉണ്ട് നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്. അപ്പോൾ 8 of Cups ഇവിടെ ഒരു വാക്കിംഗ് അവയുടെ എനർജിയാണ്, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സണെ വിട്ട് ഒരു പുതിയ ഡയറക്ഷനിലായിരിക്കും നിങ്ങൾ പോണ്ടാവുക, ഓറൽസ് ഒരു ബ്രേക്കപ്പ് ഇവിടെ ഞാൻ കാണുന്നുണ്ട്, ഓറൽസ് ഇതൊരു ഫിസിക്കൽ സെപ്പറേഷൻ ആയിരിക്കാം. ഈ പേഴ്സണും കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്, ടോറസ് എനർജിയാണ്. ഈ പേഴ്സണും അവരുടെ ശ്രദ്ധ അവരുടെ കരിയറിലാണ്. ഇപ്പോൾ അവരുടെ മുഴുവനെ ശ്രദ്ധ അവിടെയാണ്. മേ ബി അവർ ഡിസ്ട്രാക്ട് ചെയ്യാനാണ് നോക്കുന്നത് അവരുടെ മനസ്സ്. എന്ന് വെച്ചാൽ അവർ ഈ ബ്രേക്കപ്പിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർ കരിയറുടെ ത്രൂ ആണ് അവർ അതിനെ ഡീൽ ചെയ്യണത്. കുറെ ബിസി ആവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഈ ഇതിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യണ്ടെന്നുണ്ട്. അതുകൊണ്ട് അവർ അവരുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണു. നിങ്ങളുടെ ലൈഫിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഓപ്ഷൻസും ഉണ്ട്. കുറെ ആൾക്കാർ നിങ്ങളെ ഡേറ്റിനൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ സാഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്, കുറെ ഡിസപ്പോയിന്റഡ് ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. നിങ്ങൾക്ക് പൊതുവെ ലവിൽ അങ്ങനെ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഫേസ് ആണ് ഇപ്പോൾ. ഈ പേഴ്സന്റെ എനർജിയിൽ ക്വീൻ ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഞാൻ കാണുന്നു. ഇത് അവരുടെ വൈഫ് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം, ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. എന്തായാലും ഈ പേഴ്സൺ ആൻഡ് അവരുടെ പാർട്ട്ണർ, അവർ ഡീൽ ചെയ്യണ പാർട്ട്ണറുടെ ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അവിടെയും അവര് ഹാപ്പി അല്ല. അവര് ആ പേഴ്സന്റെ കൂടെ ഒരു സെപ്പറേറ്റഡ് എനർജിയിലായിരിക്കാം, ഓറൽസ് ഡിവോഴ്സ് പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഓറൽസ് ഇതൊരു ഓൾറെഡി ഡിവോഴ്സ് കഴിഞ്ഞ പേഴ്സന്റെ എനർജി ആയിരിക്കാം.
അപ്പൊ എന്തായാലും ഈ പേഴ്സന്റെ ഇന്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു, ഓർഎൽസ് ഈ പേഴ്സന്റെ ലൈഫിൽ ആ പേഴ്സന്റെ ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ കിങ് ഓഫ് അല്ല നൈറ്റ് ഓഫ് സോർഡ്സ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ട്, മൂവ് ഓൺ ചെയ്യണം എന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു പുതിയ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ കാണുന്നു, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓർഎൽസ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ ഇടയ്ക്ക് കുറെ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു ഈ തേർഡ് പാർട്ടിയുടെ കാരണം. ഇവിടെയും 5 ഓഫ് വാൻഡ്സ് ആണ്, ഇതും കോൺഫ്ലിക്റ്റിന്റെ എനർജിയാണ്, ഇതും തേർഡ് പാർട്ടി ഇന്റർഫിയറൻസിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. എന്ന് വെച്ചാൽ ഇത് ഒരു ഡിഫിക്കൾട്ട് എനർജി ആയിരുന്നു പൊതുവെ, നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പും ഈസി ആയിരുന്നില്ല. അപ്പൊ നിങ്ങൾ മുമ്പോട്ട് പോകാനാണ് നോക്കണത്, കുറെ മൂവ് ഓൺ ചെയ്യാനാണ് നോക്കണത്. ആൻഡ് സ്ലോലി ആൻഡ് സ്റ്റഡിലി നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ പക്ഷെ നിങ്ങളെ മറന്നിട്ടില്ല, അവരുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ്. ലിയോ എനർജിയാണ് ഇത്, സൺ. അപ്പൊ അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇത് എന്താണെന്ന്. ഈ ചാരിയറ്റ് എന്താണ് ഇവിടെ? വീൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫേസിന് പുറത്ത് വന്നിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. നിങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് അത് ഇതൊരു ചീത്ത ഫേസ് ആയിരുന്നു നിങ്ങളുടെ ലൈഫിൽ, പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ അതിന് പുറത്തു വരണം എന്നുണ്ട്. 6 swords ടവർ. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഞാൻ കാണുന്നുണ്ട്, ഒരു സഡൻ ചേഞ്ച്, ഒരു ഷോക്കിംഗ് എൻഡിങ് ഞാൻ കാണുന്നുണ്ട് ഈ പേഴ്സന്റെ എനർജിയിൽ. അവർക്ക് അത് വിട്ടിട്ട് മുമ്പോട്ട് പോകണം എന്നുണ്ട്. 8 of cups. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിന് വാക്ക് അവേ ചെയ്തു. ഈ പേഴ്സൺ മാരിഡ് ആയിരുന്നു, ഓർഎൽസ് നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ മാരിഡ് ആയിരുന്നു, അവരുടെ ഒരു അഫയർ ഉണ്ടായി. അങ്ങനെയും ഒരു എനർജി ആവാം. ടോറസ് എനർജി ഇവിടെ ആദ്യം പ്രോമിനന്റ് ആയി കാണുന്നു. കിങ് ഓഫ് പെന്റിക്കിൾസ്, ഈ പേഴ്സന്റെ എനർജി 6 of pentacles. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ ഒരു ഇംബാലൻസ്ഡ് എനർജിയിലായിരുന്നു. അവർ നിങ്ങൾക്ക് അത്ര എഫേർട്ട് ഇടാൻ പറ്റുന്നുണ്ടായില്ല, എന്ന് വെച്ചാൽ അവരുടെ ശ്രദ്ധ വേറെ പേഴ്സന്റെ മുകളിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഇംബാലൻസ് റിലേഷൻഷിപ്പിലായിരുന്നു നിങ്ങൾ. ഓക്കെ, അപ്പൊ 4 of cups നിങ്ങളുടെ എനർജി, ജഡ്ജ്മെന്റ്. അപ്പൊ നിങ്ങളിതാ ഇവിടെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തു. ഇവിടെ നിങ്ങൾ രണ്ടാളുമായിരുന്നു മാരിഡ്, ഇവിടെ ഒരു ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഓർ എൽസ് മേ ബി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും അല്ല മാരിഡ് വെച്ചാൽ നിങ്ങൾ ഡിസൈഡ് ചെയ്തു ഈ പേഴ്സൺ ഇപ്പോ നിങ്ങളുടെ ഫ്യൂച്ചർ ഇല്ല നിങ്ങൾ രണ്ടാളുടെയും, അപ്പൊ നിങ്ങൾ വാക്ക് അവേ ചെയ്തിരിക്കണു. അപ്പോ ക്വീൻ ഓഫ് സോർഡ്സ് ഈ പേഴ്സന്റെ എനർജിയിൽ ആരാണ്? 8 of pentacles. മേ ബി ഈ പേഴ്സൺ വേറെ പേഴ്സന്റെ കൂടെ ആയിരുന്നു മാരിഡ് വെച്ചാൽ അവര് ഈ റിലേഷൻഷിപ്പിനെ ആദ്യം റെന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ വാക്ക് അവേ ചെയ്തത്. അതും ഞാൻ എനിക്കൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നൈറ്റ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ എന്താണ് എനർജി? 7 of cups. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായില്ല. ഈ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തരുന്നുണ്ടായില്ല. നിങ്ങളൊരു മാരേജിലായിട്ടുണ്ടായിരുന്നു വെച്ചാലും ഈ പേഴ്സൺ അവരുടെ ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നെ. ഈ 5 of wands ഇവിടെ എന്താണ്? ഹൈ പ്രീസ്റ്റേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവര് എന്തോ ഒരു സീക്രട്ട് ആയിരുന്നു വെക്കുന്നുണ്ടായിരുന്നെ. ഈതർ അവര് നിങ്ങളുടെ കൂടെ മാരീഡ് ആയിരുന്നു വെച്ചാൽ അവരുടെ ഒരു അഫയർ ഉണ്ടായി, ഓർഎൽസ് അവര് വേറെ പേഴ്സന്റെ കൂടെ ആയിരുന്നു മാരീഡ് വെച്ചാൽ അവര് സീക്രട്ട്ലി ആ റിലേഷൻഷിപ്പിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവര് വേറെ എന്തോ ആയിരുന്നു പറയണ്ടായിരുന്നെ, പക്ഷെ അവര് ഒരു ഹാപ്പി പറയാൻ പറ്റില്ല, പക്ഷെ ഒരു മാരീഡ് ലൈഫ് അവരുടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് അത് അറിയണ്ടായില്ല. നിങ്ങൾ വിചാരിച്ചു ഈ പേഴ്സൺ ആ പേഴ്സണെ വിടും, ഓർഎൽസ് നിങ്ങൾക്ക് അറിയണ്ടായില്ല ഈ പേഴ്സൺ മാരീഡ് ആയിരുന്നു എന്ന്. അപ്പൊ കുറെയൊക്കെ അവർ സീക്രട്ടായി വെച്ചിരുന്നു. അപ്പൊ ഈ ഇൻഫർമേഷൻ പുറത്ത് വന്നപ്പോഴാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ എൻഡിങ് ഉണ്ടായി. അപ്പൊ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു. ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ ഇപ്പോഴും ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷെ ഈ പേഴ്സൺ തിരിച്ചു വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, 10 of swords. നിങ്ങൾ കുറെ ഹാർട്ട് ബ്രോക്കൺ ആണ്, കുറെ ഡിസപ്പോയിന്റഡ് ആണ്, കുറെ ബിട്രേഡ് ആയി ഫീൽ ചെയ്യണു. പക്ഷെ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി തിരിച്ചു വരാൻ നോക്കും. സൺ ഇവിടെ എന്തുകൊണ്ടാണ്? ക്ലാരിറ്റി ഉണ്ട് ഈ പേഴ്സണ്. കിങ് ഓഫ് സോർഡ്സ്. അവര് നിങ്ങളെ അപ്രോച്ച് ചെയ്യും വെരി സൂൺ. ഒരു മെസ്സേജ് അയക്കാൻ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ? ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ 9 of pentacles. അവര് മാരിഡ് ആണ് വെച്ചാൽ അവര് ആ പേഴ്സണെ വിട്ടിട്ട്
ഡിവോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാ നിങ്ങൾ രണ്ടാളുമായിരുന്നു മാരീഡ് വെച്ചാ അവർ ആ തേർഡ് പാർട്ടീനെ വിട്ടിട്ടാണ് നിങ്ങളെ മെസ്സേജ് ചെയ്യുക. ഇതൊരു സിംഗിൾ പേഴ്സന്റെ എനർജിയാണ്. അപ്പൊ അവർ സിംഗിൾ ആവുമ്പോഴാണ് നിങ്ങളെ മെസ്സേജ് ചെയ്യുക. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിന്റെ എന്താണ്? 10 of Wands. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഒരു റെന്യൂവൽ ഞാൻ കാണുന്നു. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഈ ബേർഡനെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ സെപ്പറേഷൻ, ഈ നിങ്ങളുടെ അടുത്തുനിന്ന് സെപ്പറേഷനിൽ ഉണ്ടാവണത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ വെരി സൂൺ അവർ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് റീകണക്ഷന് വേണ്ടിയിട്ട്, റീകൺസിലിയേഷന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും. അപ്പോൾ ഇതാണ് ലിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് എന്ന് വെച്ചാൽ ഇത് കുറേ ആൾക്കാർക്ക് ഇല്ല മെസ്സേജ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവരുടെയും കൂടെ റെസൊനേറ്റ് ആവില്ല. ഒബ്വിയസ്ലി എല്ലാവരുടെയും ലൈഫിൽ ഇതല്ല സ്റ്റോറി നടക്കണത്. അപ്പോൾ ചില മെസ്സേജസ് റെസൊനേറ്റ് ആവും, ചില മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. അതാണ് ജനറൽ റീഡിങ്ങിന്റെ മീനിങ്. പക്ഷെ പ്രൈവറ്റ് റീഡിംഗ് ആവുമ്പോൾ അത് കുറച്ചുകൂടിയും കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ അത് ബുക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്യൂ എന്നെ, ഓറെൽസ് എൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അന്ന് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യൂ. ആൻഡ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. അവിടെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് എനിക്കും ഹെൽപ്പ് ചെയ്യും. അത് എത്രയും നിങ്ങൾ വ്യൂ ചെയ്യണു, എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, കമൻറ്റ് ചെയ്യണു, സബ്സ്ക്രൈബ് ചെയ്യണു, അത്രയും എനിക്കും ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ സാധിക്കും. അപ്പോൾ പ്ലീസ് കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക, എന്നെ കണ്ടിന്യൂ സപ്പോർട്ട് ചെയ്യുക. ഇല്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് പറയുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.